വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് അവസാനം പരീക്ഷയുടെ തലേദിവസം പഠിക്കാം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളോട് ടീച്ചർക്ക് പറയാനുള്ളത്, എല്ലാം കൂടി കുറെ വ്യക്തികള്, കുറേയധികം അവാർഡുകള്, അല്ലെങ്കിൽ വർഷങ്ങള്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് തെറ്റാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കുക. ഇതിനു മുമ്പ് ഞാൻ പറയണ്ടായി കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ പുതിയതായിട്ട് ഏതൊക്കെ മേഖലകൾ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാസ് ടീച്ചർ അപ്ലോഡ് ചെയ്യണ്ടായി. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേയധികം മേഖലകൾ കറണ്ട് അഫയേഴ്സിനുണ്ട്. അത് കാണാത്ത കുട്ടികൾ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക, കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പൊ മാർച്ച് 8 വനിതാ ദിനമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ടീച്ചർ പറയേണ്ട കാര്യമില്ല. ആ വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കണേ. എന്താണ് ഗീവ് ടു ഗെയിൻ? എന്താ ഗീവ് ടു ഗെയിൻ? അപ്പൊ നമ്മുടെ മാർച്ച് 8 വനിതാ ദിനത്തിന്റെ ലോക വനിതാ ദിനം മാർച്ച് 8 ആണ്. അതിന്റെ പ്രമേയമാണ് നമ്മൾ പറഞ്ഞത് ഗീവ് ടു ഗെയിൻ എന്നത്. എന്താ മക്കളെ? ഗീവ് ടു ഗെയിൻ എന്ന് പറയുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ അടുത്തത് വാട്ടർ ഗേറ്റ് വിവാദം കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. വാട്ടർ ഗേറ്റ് വിവാദം കേട്ടോ, അമേരിക്കയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വാട്ടർ ഗേറ്റ് വിവാദം. ഈ വാട്ടർ ഗേറ്റ് വിവാദം സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ടേപ്പുകളൊക്കെ പുറത്തുവിട്ട ഒരു വ്യക്തി, അതുപോലെ തന്നെ അദ്ദേഹം ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ കൂടെയാണ്. അദ്ദേഹം ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് എന്താ എന്ന് ചോദിക്കാം. അലക്സാണ്ടർ ബട്ടർഫീൽഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താണ്? അലക്സാണ്ടർ ട്ടോ. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലക്സാണ്ടർ ബട്ടർഫീൽഡ്. അപ്പൊ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ മേഖലയ്ക്കും, അതായത് പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ മരണം, നിങ്ങൾ അദ്ദേഹം എന്തെങ്കിലും സംഭവങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ പഠിച്ചു വെക്കണം എന്നുള്ളത്. അപ്പോൾ വാട്ടർ ഗേറ്റ് വിവാദവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിർണായക ടേപ്പുകളൊക്കെ പുറത്തിറക്കിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മുൻ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അല്ലെ. അദ്ദേഹമാണ് US അടുത്തിടെ അന്തരിച്ച അലക്സാണ്ടർ ബട്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. ആരാണ്? അലക്സാണ്ടർ ബട്ടർ ഫീൽഡ് ആണ്. ഇനി കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ജന്മശതാബ്ദി. എന്താണ്? ജന്മശതാബ്ദി. കേരളത്തിലെ ഏത് മുൻ മുഖ്യമന്ത്രിയുടെ ജന്മശതാബ്ദി ദിനമായിരുന്നു? 2026 മാർച്ച് 2. അപ്പൊ 2026 മാർച്ച് മാസം 2-ാം തീയതി ഏത് മുൻ മുഖ്യമന്ത്രിയുടെ ജന്മശതാബ്ദി ദിനമായിരുന്നു? PK വാസുദേവൻ നായർ. ആരാണെന്ന് പഠിക്കൂ. PK വാസുദേവൻ നായർ ട്ടോ. പഠിച്ചു വയ്ക്കുക, PK വാസുദേവൻ നായരാണ് അദ്ദേഹം. ഇനി അടുത്തത്, സംസ്ഥാനത്ത് ആദ്യമായി, കേരളത്തിൽ ആദ്യമായി ഗ്രാമീണ ജില്ലാ ജയിൽ. എന്താ വരുന്നത്? ഗ്രാമീണ ജില്ലാ ജയിൽ. നമ്മുടെ കേരളത്തിൽ ആദ്യമായി എന്താണ്? ഗ്രാമീണ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? പുതുപ്പണം എന്ന് പറയുന്ന സ്ഥലത്താണ്. കോഴിക്കോട് ജില്ലയിൽ വടകര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് പുതുപ്പണം. അപ്പൊ ഗ്രാമീണ ജില്ലാ ജയിൽ കേരളത്തിൽ ആദ്യമായി വരുന്നു കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്കടുത്ത്. അപ്പൊ എന്താണ് അത്? കൃത്യമായിട്ടുള്ള പ്ലേസ് എവിടെയാണ്? പുതുപ്പണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇസ്രായേലിന്റെ സഹകരണത്തോടു കൂടി US ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന്റെ പേര് എന്താണ്? എന്താണ് സൈനിക ആക്രമണത്തിന്റെ പേര്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് അതിന്റെ പേര്. എന്താ നമ്മൾ പഠിച്ചപ്പോ? ഇസ്രായേൽ സഹകരണത്തോടു കൂടി US ഇറാനിൽ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ്. എന്താ മക്കളെ? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ കേരളത്തിലെ പുതിയ ഇലക്ഷൻ കമ്മീഷണർ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആയി നിയമിതനായത് ആരാണ്? ഷാജഹാന്റെ ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പിൻഗാമിയായി KG സനൽകുമാർ. ആരാണ്? KG സനൽകുമാർ ചുമതലയേറ്റു. KG സനൽകുമാർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആയി ചുമതലയേറ്റത് ആരാണ്? KG സനൽകുമാർ ആണ്. അടുത്ത ചോദ്യം, ലോക്സഭ അവകാശ
ലംഘന സമിതി, ലോക്സഭ അവകാശ ലംഘന സമിതി, അല്ലെങ്കിൽ ലോക്സഭ പ്രിവിലേജ് കമ്മിറ്റി. ലോക്സഭ പ്രിവിലേജ് കമ്മിറ്റി എന്ന് പറയും. ലോക്സഭ അവകാശ ലംഘന സമിതി അഥവാ ലോക്സഭ പ്രിവിലേജ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിതൻ ആയത് ആരാണ്? രവിശങ്കർ പ്രസാദ്. ആരാ മക്കളെ? രവിശങ്കർ പ്രസാദ്. ലോക്സഭ അവകാശ ലംഘന സമിതി അഥവാ ലോക്സഭ പ്രിവിലേജ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? രവിശങ്കർ പ്രസാദ് ആണ്. ഇനി നോക്കൂ, പുതിയതായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. ആ മ്യൂസിയത്തിന്റെ പേര് സാമ്രാട്ട് സംപ്രതി മ്യൂസിയം എന്നാണ്. സാമ്രാട്ട് സംപ്രതി മ്യൂസിയം, അതായത് മൗര്യ ചക്രവർത്തി അശോകന്റെ ചെറുമകനായിട്ടുള്ള സാമ്രാട്ട് സംപ്രതി രാജാവിനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ പേരിലാണ് ആ മ്യൂസിയം ഉദ്ഘാടനം പേരിട്ടിരിക്കുന്നത്. മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. സാമ്രാട്ട് സംപ്രതി മ്യൂസിയം എവിടെയാണ്? ഗുജറാത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം ഏതാണ്? ഗേലോ ഇന്ത്യ. ഗേലോ ഇന്ത്യ എന്ത് ഗെയിംസ് ആണ്? ട്രൈബൽ ഗെയിംസ്. ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ജേതാക്കൾ ആരാണ്? കർണാടക. ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിലെ ജേതാക്കൾ ആരാണ്? കർണാടക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവായുധ അന്തർവാഹിനി. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവായുധ അന്തർവാഹിനി ഏതാണ്? അതിന്റെ പേര് INS അരിധമൻ എന്നാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവായുധ അന്തർവാഹിനി INS അരിധമൻ എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, അതായത് നമ്മുടെ അമേരിക്ക ഉൾപ്പെടെ 20 കൺട്രീസിൽ 20 രാജ്യങ്ങളിൽ പുതിയ കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്തു. ഏതാണത്? അത് ഒമിക്രോണിന്റെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒമിക്രോണിനെ. ഈ ഒമിക്രോണിന്റെ ഒരു ഉപവിഭാഗമാണ്. അതിന്റെ പേര് സിക്കാഡ എന്നാണ്. സിക്കാഡ ട്ടോ, സിക്കാഡ എന്നാണ്. ഇത് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നു, BA.3.2. അപ്പൊ സിക്കാഡ അഥവാ BA.3.2 ട്ടോ. അത് 20 രാജ്യങ്ങളിൽ, US അടക്കമുള്ള 20 രാജ്യങ്ങളിൽ വ്യാപിക്കുന്നു എന്നാണ് പറയണേ. ഇനി അടുത്തത് ഗ്ലോബൽ ടെററിസം. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. ആ ഇൻഡെക്സില് 1-ാം സ്ഥാനം ആർക്കാന്നറിയോ? പാകിസ്ഥാനാണ് കേട്ടോ. ടെററിസം ആണ്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. അടുത്ത ചോദ്യം പഠിക്കൂ. നാളികേരം ഉൽപാദനം. നാളികേര ഉൽപാദനത്തിൽ 1-ാമതുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നാളികേര ഉൽപാദനത്തിൽ 1-ാമതുള്ള രാജ്യം ഇന്ത്യയാണ്. അടുത്തത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ശ്രദ്ധിക്കുക, ഈ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതൻ ആയത് ആര്? സാധ്വി നിരഞ്ജൻ ജ്യോതി. ഇദ്ദേഹമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത്. ഇനി സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷ. ആർക്കാണ്? സ്ത്രീകൾക്ക് ഡിജിറ്റൽ സുരക്ഷാ അവബോധം നൽകാനായി ദേശീയ വനിതാ കമ്മീഷനും ട്രൂ കോളറും ചേർന്ന് പുറത്തിറക്കിയ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റ് ഏതാണ്? ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റ് ആരൊക്കെ ചേർന്നിട്ടാണ്? വനിതാ കമ്മീഷനും അതുപോലെ തന്നെ ട്രൂ കോളറും ട്ടോ. ആ ടൂൾ കിറ്റിന്റെ പേര് എന്താ എന്നാണ് ചോദ്യം. എന്താണ് അതിന്റെ പേര്? ട്രൂ സൈബർ സഖി.
ട്രൂ സൈബർ സഖി എന്നാണ് അതിന്റെ പേര്. എന്താ പേര് മക്കളെ? ട്രൂ സൈബർ സഖി എന്നാണ് പേര്. ഇനി അടുത്തത് എല്ലാവർക്കും അറിയുന്ന ഒരു അപ്ലിക്കേഷൻ ആണ് ഭീം പേയ്മെന്റ് ആപ്ലിക്കേഷൻ. എന്താണ്? ഭീം പേയ്മെന്റ് ആപ്ലിക്കേഷൻ. അതിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് MS ധോണിയെയാണ്. ആരെയാണ്? MS ധോണിയെയാണ്. ക്ലിയർ ആയില്ലേ? അടുത്തിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൽപ്പിത സർവകലാശാല അഥവാ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയി പ്രഖ്യാപിച്ചത് ഏത് സ്ഥാപനത്തെയാണ്? NCERT. പുതിയതായിട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി ആർക്ക് കിട്ടി? NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERTക്ക് എന്ത് കിട്ടി? ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി കിട്ടി. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പൊ അതൊക്കെ ഒന്ന് എന്താ പറയാ, കൃത്യമായിട്ട് നോട്ട് എഴുതി എടുത്ത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെടാച്ച ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.